ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഇത് കണ്ടോ, ഇതൊരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ്. ബോട്ട് നെക്കുമായിട്ട് ഉണ്ടോ, ഫ്രണ്ടിലും ബാക്കിലും ഒരേ ഡെപ്ത് വരുന്ന ഒരേ രീതിയിൽ പ്രിൻസസ് കട്ടായിരിക്കുന്ന ഒരു ബ്ലൗസായിരുന്നു ഇത്. ഇതുണ്ട്, നടുക്കൂടെ സിബുണ്ട്. ഈ ബ്ലൗസ് നല്ല ട്രെൻഡിങ് ആയിരുന്ന സമയത്ത് തയ്ച്ച ബ്ലൗസാണ്. അപ്പോഴത്തേക്ക് നമുക്കിപ്പം ഇതൊരു നോർമൽ ബ്ലൗസ് ആക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ നോർമൽ ബ്ലൗസ് ആക്കുന്നതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ കൂടെ അന്ന് തയ്ച്ചപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് പീസ് ഇങ്ങനെ ഉണ്ട്, ഇവിടെ കയ്യിലുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യം വരുന്നില്ല, കാരണം ഈ ഭാഗത്തല്ലേ കട്ടിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അവിടത്തേക്കുള്ളതെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് കട്ടിങ് ബ്ലൗസ് ആക്കുന്നതെന്ന്. അതിനായിട്ട് നമുക്ക് ഇതെല്ലാം, ഈ ബ്ലൗസ് മുഴുവൻ അഴിക്കണം. ആദ്യം നമുക്ക് ഇതുണ്ട്, ഈ കട്ടിങ്ങിൻ്റെ ഈ ഭാഗം ഈ സൈഡ് ഭാഗം നമുക്ക് ഇവിടം വരെ അഴിക്കാം. പിന്നെ അതിന് രണ്ട് സൈഡിൽ ഇതുപോലെ ഇവിടം വരെ അഴിക്കണം. കൂടാതെ ഈ സിബ് അഴിക്കണം. പിന്നെ ഇവിടെ നമുക്ക് കട്ട് കൊടുക്കണം. പിന്നെ ഈ നെക്ക് നമുക്ക് കുറച്ചും കൂടെ താഴ്ത്തി കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത്രയും ഭാഗം അഴിക്കണം. ഇതുണ്ട്, ഞാൻ ഇതിൻ്റെ ഈ നെക്കൊക്കെ അഴിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഫ്രണ്ട് പീസ് ഉണ്ട്, ഇവിടെ ഇങ്ങനെ അഴിച്ചിട്ട് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന പടി അഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കൊന്ന് ഇറക്കി തയ്ക്കണം. അതിനായിട്ട് ഇതുണ്ട്, നെക്ക് നേരത്തെ ബോട്ട് നെക്ക് ആയിരുന്നതുകൊണ്ട് ഇവിടെ 3 ഇഞ്ച് ഉള്ളായിരുന്നു. നമ്മളിപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 5.5 ഇഞ്ചാണ്. അതുകൊണ്ട് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. 5.5 കാണുന്നുണ്ടോ? 5.5 മാർക്ക് ചെയ്യാണ് ഇങ്ങനെ. എന്നിട്ടൊരു റൗണ്ട് നെക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്കിത് കട്ട് ചെയ്യാം. നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കട്ടിങ് ബ്ലൗസിൻ്റെ കട്ടിങ് ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 13 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. കാണുന്നുണ്ടോ? 13 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്കിത് ഉണ്ടോ, ബാക്കി താഴോട്ട് 3 ഇനി നമുക്കിവിടെ 3.5 മാർക്ക് ചെയ്യാം. ഇവിടെ ഇങ്ങനെ 3.5. പിന്നെ ഇവിടെ 4 മാർക്ക് ചെയ്യാം. ഉണ്ടോ? ഇനി നമുക്കിങ്ങനെ വരച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ കണ്ടോ, കാണാമോ? ഈ പേസ്റ്റൽ ഷെയ്ഡായ കാരണം കാണാൻ പറ്റുന്നില്ലായിരിക്കും. ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് ഇവിടെയൊക്കെ പിൻ ചെയ്യണം, അല്ലെങ്കിൽ തെന്നിപ്പോകുന്ന തുണിയാണിത്. നമ്മളിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുണ്ട്, ഈ നിപ്പിൾ പോയിൻറ്റിലേക്ക് ഇതുണ്ട്, ഇവിടെ അത്ര ഒരു കുഴിവ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമുക്കിവിടെ ഒരു 1/2 ഇഞ്ച് അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കണം. ഒരു 2 ഇഞ്ചിലേക്ക് നമുക്കിങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. കട്ടിങ്ങിന് വേണ്ടി ഞാൻ ഇതുണ്ട്, ഇതിൽ ഓൾറെഡി ഒരു ലൈനിങ് ഉണ്ട്. അതിൻ്റെ കൂടെ ഞാൻ സെയിം കളർ കിട്ടിയില്ല, വേറെ 2 പീസും കൂടെ, ഇതുപോലെ 2 പീസും കൂടെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ 2 പീസ്. കട്ടിങ് ബ്ലൗസിൻ്റെ ഇതുണ്ട്, ഈ ബെൽറ്റ് നമ്മളിങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ പീസ് താഴെ വെച്ച് ഇങ്ങനെ അടിച്ച് മറിച്ച് ഒന്നിങ്ങനെ ഇതിലൂടെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചീത്ത വശമാണ്. ഉണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ഈ താഴെ ഒരു 1/2 ഇഞ്ച് നമ്മളിങ്ങനെ ചെയ്തായിരുന്നു. അതിൻ്റെ കൂടെ നമുക്ക് ഈ സൈഡിൽ നിന്നും ഇങ്ങനെ ഒരു ഡാട്ട് ഇട്ട് കൊടുക്കണം. അതിന് നമുക്ക് ഈ നിപ്പിൾ പോയിൻറ്റിലേക്ക് നമുക്ക് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, സാധാരണ കട്ടിങ് ബ്ലൗസിനുള്ള പോലെ. എന്നിട്ട് നമുക്ക്
ഇതിങ്ങോട്ട് വെച്ച് ചേർത്ത് വെച്ച് അടിക്കണം. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം ഇവിടെ നമുക്ക് ഈ 2.5 ഇഞ്ച് ഉൾപ്പെടെ 1 ഇഞ്ചോളം നമുക്ക് കുറവ് വരും. അപ്പോൾ നേരത്തെ ഈ ബ്ലൗസിന് ലെങ്ത് ഏതായാലും കൂടുതലുണ്ട്, 15.5 ഇഞ്ച് ഇത് ഈ ലെങ്ത് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഇതുണ്ട്, ഈ പീസ് നമുക്ക് അഴിച്ചെടുത്തിട്ട് കുറച്ചും കൂടെ നമുക്കിങ്ങനെ മടക്കി അടിക്കേണ്ടതായിട്ട് വരും. എന്നാലേ ഇവിടെ ഈ കട്ടിങ് ബ്ലൗസിൻ്റെ ഈ ബെൽറ്റ് കൂടെ ആഡ് ചെയ്യുമ്പോൾ ഉള്ള ലെങ്ത് കറക്റ്റ് ആവുള്ളൂ, മാച്ചാവുള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ ടക്കിട്ട് കണ്ടോ, ഇവിടെ ഇങ്ങനെ ടക്കിട്ട് കഴിഞ്ഞു. അത് ശരിക്കും കണ്ടോ കട്ടിങ് ബ്ലൗസ് പോലെ തന്നെ ആവുന്നുണ്ട്. ഇനി നമുക്ക് ഇതുണ്ടോ, ഇവിടുന്ന് ലെങ്ത് നോക്കുമ്പോൾ പിന്നെ ബാക്ക് പീസിൽ ഇത്രയും കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ പീസ് ഈ പടി പീസ് ഇങ്ങനെ നമുക്ക് അഴിച്ചെടുത്തിട്ട് ഇതിങ്ങനെ മടക്കി തയ്ക്കുമ്പോഴത്തേക്ക് അത് ഓക്കെ ആയിരിക്കുള്ളൂ. നമുക്ക് ഇവിടെ രണ്ടിടത്തും പടി വെക്കാവേ. ഇവിടെ കൊളുത്ത് വെക്കുന്ന പടിയും ഇവിടെ അയി വെക്കുന്ന പടിയും വെക്കാം. കൊളുത്ത് വെക്കുന്ന പടി വീതി കുറഞ്ഞതും അയി വെക്കുന്നതിന് വീതി കൂടുതലുള്ളതുമാണ്. ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഇനി എല്ലാം സാധാരണ ബ്ലൗസ് കട്ടിങ് ബ്ലൗസിന് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഞാനിത് കണ്ടത്, ഇത് കൊളുത്ത് പിടിപ്പിക്കാൻ വേണ്ടി 1.5 ഇഞ്ച് വീതിയുള്ള സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2.25 ഇഞ്ച് വീതിയുള്ള ഒരു സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട് അയി വെക്കാൻ. ഇത് രണ്ടും വെച്ചതിന് ശേഷം നമുക്ക് ഈ നെക്കാണ് ഇങ്ങനെ അടിച്ചെടുക്കേണ്ടത്. അതൊക്കെ സാധാരണ ഇതുണ്ടോ, ഇത് അടിച്ചേക്കുന്ന പോലെ തന്നെ, സാധാരണ പോലെ തന്നെ. ഞാനിതെല്ലാം അടിച്ചു കഴിഞ്ഞിട്ട് ഈ നെക്കും അടിച്ചു കഴിഞ്ഞ് കാണിക്കാം. നമ്മളങ്ങനെ പ്രിൻസസ് കട്ട് ബ്ലൗസ് കണ്ടോ സാധാരണ നോർമൽ കട്ടിങ് ബ്ലൗസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ടക്കിട്ടു, ഇവിടെ കട്ടിങ് നമ്മുടെ ഈ ബെൽറ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പൈപ്പിങ് ഇങ്ങനെയായി വേറൊരു കളർ തുണിയാണ്. പിന്നെ കട്ടിങ്ങിൻ്റെ താഴെ വേറൊരു ഈ കളറിലൊരു തുണിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അങ്ങനെ നല്ല രീതിയിൽ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് കറക്റ്റ് ഫിറ്റാണ്, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ തോന്നി. ഈസി ആയിട്ട് ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്.